8-ാം ദിവസവും രൂക്ഷമായി തുടരുന്നു. ഇസ്രായേലിലെ 4 കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ആസ്ഥാനം ആക്രമിച്ചെന്നും ഇറാൻ അവകാശവാദം ഉന്നയിച്ചു. അതേസമയം സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സായുധ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയാകുമെന്ന ആശങ്ക നിലനിൽക്കെ പരസ്പരം ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രയേലും ഇറാനും. ഇസ്രയേലിലെ 4 കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി. ടെല്ലവീവിനോട് ചേർന്ന പ്രദേശങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്കടക്കം വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇസ്രയേലി നഗരങ്ങളിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചെന്നും വിവരമുണ്ട്. ഇസ്രയേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് ക്യാമ്പിന് നേരെ ആക്രമണം നടത്തിയെന്ന അവകാശവാദവും ഇറാൻ ഉന്നയിച്ചു. ഇസ്രയേൽ ആക്രമണത്തിൽ കിഴക്കൻ ടെഹ്റാനിൽ വൻ നാശനഷ്ടം സംഭവിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. അതേസമയം സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. I have a message directly from the president, and I quote, "Based on the fact that there's a substantial chance of negotiations that may or may not take place with Iran in the near future, I will make my decision whether or not to go within the next 2 weeks." That's a quote directly from the president for all of you today. എന്നാൽ ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രയേലിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് വ്യക്തമാക്കി. ועל מה הוא נשען? על מה כל ציר הרשע הזה? על מה כל האיום במזרח התיכון? איראן. ואם אנחנו, איך אומרים את זה באנגלית? cut them down to size. അതിനിടെ ഇറാനുമായി യൂറോപ്യൻ യൂണിയന്റെ സുപ്രധാന സമവായ യോഗവും ഇന്ന് നടക്കും. ചർച്ചയിൽ ഇറാന്റെ നിലപാടനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങളിൽ US തീരുമാനമെടുക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യൻ ആവശ്യം അംഗീകരിച്ച ഇറാൻ ഇന്ത്യയ്ക്കായി വ്യോമപാത തുറന്നു. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾ ഇന്ന് രാത്രി ഡൽഹിയിലെത്തും. ഇറാന്റെ വിവിധ നഗരങ്ങളിൽ നിന്നായി 1000-ഓളം വിദ്യാർത്ഥികളെ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലെത്തിക്കും. നിലവിലെ സമയക്രമം അനുസരിച്ച് ആദ്യ വിമാനം രാത്രി 11 മണിക്ക് ഡൽഹിയിലെത്തും. 2ാമത്തെയും 3ാമത്തെയും വിമാനങ്ങൾ നാളെ രാവിലെയും വൈകിട്ടുമായി എത്തും. ഇറാൻ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമായതിനെ തുടർന്നാണ് ഇറാൻ വ്യോമാതിർത്തി അടച്ചത്. ഇന്ത്യൻ ആവശ്യപ്രകാരം ഇന്ത്യൻ വിമാനത്തിനായി പ്രത്യേക വ്യോമ ഇടനാഴി അനുവദിക്കുക. 4000-ത്തിലധികം ഇന്ത്യക്കാരാണ് നിലവിൽ ഇറാനിലുള്ളത്. അതിൽ പകുതിയും വിദ്യാർത്ഥികളാണ്. 110 വിദ്യാർത്ഥികളുമായുള്ള ആദ്യ വിമാനം കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തിയിരുന്നു. ഇസ്രായേൽ ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനിടെ ടെഹ്റാനിൽ ഇസ്രായേലിനെതിരെ വൻ ജനകീയ പ്രക്ഷോഭം. ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രക്ഷോഭത്തിൽ അണിനിരന്നതെന്ന് അൽ ജസീറ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. സംഘർഷത്തിൽ പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനായി UK, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുമായുള്ള ഇറാൻ വിദേശകാര്യമന്ത്രി ഉടൻ കൂടിക്കാഴ്ച നടത്തും. സിവിലിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള സൈനിക ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് സൗദി അറേബ്യ പ്രതികരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വെടിനിർത്തൽ കരാറിനായി ഇന്ത്യയോട് അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചു പാകിസ്ഥാൻ. നൂർഖാൻ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന വ്യോമസേനാ താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചതിന് പിന്നാലെയാണ് വെടിനിർത്തലിന് നിർബന്ധിതരായതെന്നും പാക് ഉപപ്രധാനമന്ത്രി ഇഷ്ഹാഖ് ധർ വെളിപ്പെടുത്തി. ഇന്ത്യയുടെ നീക്കമുണ്ടായപ്പോൾ അമേരിക്കയുടെ ഇടപെടലിനായി സമീപിച്ചുവെന്നും സൗദി അറേബ്യയുടെ സഹായം സ്വീകരിച്ചതായും TV ചർച്ചയിൽ ഇഷ്ഹാഖ് ധർ പറഞ്ഞു. ഇന്ത്യയ്ക്ക് ശക്തമായ മറുപടി നൽകിയെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും പ്രസ്താവനകൾക്ക് വിരുദ്ധമാണ് ഇഷ്ഹാഖ് ധറിന്റെ കുറ്റസമ്മതം. प्राइम मिनिस्टर ने ऑथराइज किया आर्म फोर्सेस को, डिटेल तय हो गई कि हमने क्या रोल आउट करना है, और वो हमने 4 बजे के बाद शुरू किया. ये उनकी फिर एक बदकिस्मती मैं कहूँगा इंडिया की कि उन्होंने 2:30 बजे फिर वही हरकत कर दी कि जी नूर खान एयरबेस पे, शोरकोट एयरबेस पे, 2 एयरपोर्ट्स पे उन्होंने फिर अटैक किए उसी रात को, 6 और 7 की दरमियानी रात को. तो वो उन्होंने जो कोशिश की, तो उसके बाद बाय द वे उसके बाद विद इन 45 मिनट्स मुझे सऊदी प्रिंस फैसल साहब का फोन आया और उन्होंने मुझे वही बात की कि ब्रदर आई जस्ट अंडरस्टूड कि जी आपकी बात हुई है रूबियो से, और अपना एम आई ऑथोराइज टू टॉक टू जयशंकर ऑल्सो एंड कन्वे के यू आर रेडी इफ दे स्टॉप. आई से यस ब्रदर यू कैन. और उन्होंने मुझे वापस फोन भी किया. നിലമ്പൂരിൽ